ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ അലൻ ജോസ് പെരേര അയാളുടെ മാനേജർ കം പി ആർ ഒ ആക്രമിച്ചതായിട്ടും കൊലപ്പെടുത്താൻ ശ്രമിച്ചതായിട്ടും പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് പുറത്തു വന്നായിരുന്നു. നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസിൽ പോലും ചിലതിനകത്തൊക്കെ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തെക്കുറിച്ച് ഞാനെന്തായാലും വീഡിയോ ചെയ്തില്ലായിരുന്നു. എനിക്ക് ആദ്യം തന്നെ മനസ്സിലായതാണ് ഇത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തിയ ഒരു തരികിട പരിപാടിയായിരുന്നു. ആ തരികിട തന്നെയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ തല്ല് കൊടുത്തവനും കൊണ്ടവനും കൂടി ഒരു വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊടുക്കുന്ന ഒരു ബൈറ്റ്. ആ ബൈറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാണല്ലോ, ഇവനെയൊക്കെ തലേ ചുവന്നു നടക്കുന്ന കുറേ ഫാൻസ് ഉണ്ട്. ഈ ആറാട്ടെണ്ണൻ ഇങ്ങനെയുള്ള കുറേ തോൽവികളെ തലേ ചുവന്നു നടക്കുന്നത് അവരോടൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഇവൻ കൊടുത്ത ബൈറ്റ്, ആ ബൈറ്റിനകത്ത് ഇവനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കൈയും കാലും എല്ലാം വലിയ പഞ്ഞി കണക്കിന് കെട്ടി വെച്ചിട്ട് തലയിലൊക്കെ വലിയ കെട്ടിക്കൊണ്ട് വന്നിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ ബൈറ്റ് കൊടുത്തത്. അത് സാധാരണ ഒരു മുറിവോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിലാണ് ഈ ബാൻഡേജ് ഒട്ടിക്കുന്നത്. അതിന് പകരം ഇവൻ്റെ പാൻറ്റിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു കെട്ടി വെച്ചിരുന്നത്. എന്നാലും അതൊന്നും എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ വല്ല ഡോക്ടർമാർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ നമുക്കറിയത്തില്ല. അതായത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലൊരു ഇൻ്റർവ്യൂ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് തല്ലിയവനും തല്ലി കൊണ്ടവനും പിന്നെ ഒരു വക്കീലും കൂടി ചേർന്ന്. നമുക്കതൊന്ന് കണ്ടിട്ട് ബാക്കി ഞാൻ പറയാം. നമസ്കാരം, എൻ്റെ പേര് അഡ്വക്കേറ്റ് റിനേഷ് അടുത്താണ്. ഞാൻ ആലുവയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ 2 ദിവസം മുമ്പ് 16-ാം തീയതി അലിൻ ജോസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുള്ള ന്യൂസ് വൈറലായതായിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ ഇവിടുത്തുള്ള മുഖ്യധാര മാധ്യമങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അലിൻ ജോസിന് അപകടം പറ്റി, അതായത് അലിൻ ജോസിനെ ആക്രമിച്ചു, വളരെ പരിക്ക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ അതിൽ ആരോപിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലിൻ ജോസിന്റെ മാനേജർ കം പി ആർ ഒ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന മിസ്റ്റർ ആശിഷാണ് അത് ചെയ്തതെന്നാണ് മൊത്തം അത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊരു പരാതിയായിട്ട് ആദ്യം അലിൻ ജോസ് പെരേര എറണാകുളം പോലീസിൽ പരാതി കൊടുക്കുകയും ആ പരാതി നേരെ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്റിമേറ്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ ആശിഷ് തിരിച്ചൊരു കൗണ്ടർ പരാതി കൊടുക്കുകയും ഈ 2 പേരുടെ പരാതിയിൽ മേൽ ഇന്നൊരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുകയും അതിലൊരു ഒത്തുതീർപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം. ഇത് നടന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്കും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. അന്ന് 16-ാം തീയതി ഒരു തൃപ്രയാർ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരു പരിപാടിക്ക് പോകുന്നതിന്റെ ഇടയിൽ തിരിച്ചു വരുന്നതിന്റെ ഇടയിൽ ഉണ്ടായ ഒരു വാക്ക് തർക്കവും മുൻപും തള്ളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇതിന് ശേഷം പുറത്തു വന്നത്. അതായത് അലിൻ ജോസിനെ കൊണ്ട് ഒരു ഫാൻസി ഡ്രസ് പോലെ കരുപ്പിച്ച് ചില ഓൺലൈൻ മീഡിയകൾ അവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങനെ ചെയ്തത് ശരിയല്ല. അതായത് അലിൻ ജോസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പറയും. കാരണം നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ രാജ്യത്ത് ആർക്കും അവകാശമില്ല. അതായത് ഫാൻസി ഡ്രസ്സ് മുഖേന അവനെ പ്ലാന്റേഷൻ ഒട്ടിക്കും, പ്ലാസ്റ്റർ ഒട്ടിക്കുകയും അതിനുശേഷം എല്ലാ സോഷ്യൽ മീഡിയയും, ഏത് സോഷ്യൽ മീഡിയ ചാനലൊന്നും എനിക്കറിയില്ല, അപ്പൊ അലിൻ ജോസ് പറയും അത് ചെയ്യുകയും അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള പരാതി കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഈ അലിഗേഷനാണ് ആശിഷ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് കണ്ടല്ലോ അല്ലേ, റീച്ചിന് വേണ്ടിയിട്ട് മാത്രം നടത്തിയ ഒരു പൊറോട്ട് നാടകം. അതിനു വേണ്ടിയിട്ട് എൻറ്റയർ സിസ്റ്റം, അതായത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ മാധ്യമങ്ങൾ, ഇവരെല്ലാം കോമാളികളാക്കിക്കൊണ്ടാണ് ഇവന്മാർ ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഈ കേസ് ഒത്തുതീർപ്പാക്കി വിട്ട പോലീസുകാരോട് ചോദിക്കാനുള്ളത്, എൻ്റെ പൊന്നു സാറുമാർ, നിങ്ങളൊക്കെ ഏത് ലോകത്താണ്? ഇന്ത്യൻ ജുഡീഷ്യറിനെയും ഇന്ത്യൻ പോലീസ് സംവിധാനത്തെ ഒരുപോലെ കളിയാക്കിക്കൊണ്ടാണ് ഇവന്മാർ ഈ ഒരു കേസുമായിട്ട് രംഗത്ത് വന്നത്. ഇതേ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരുന്നു ഇങ്ങനെ ഒരു കള്ളക്കേസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ നിങ്ങൾ അവരെ വെറുതെ വിടുമായിരുന്നു. ഇപ്പോൾ കള്ളക്കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 പേർക്കെതിരെ നിങ്ങൾ കേസെടുക്കുന്നില്ലായിരുന്നു. സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന ഇമാതിരി തോന്നിവാസങ്ങൾക്കെതിരെ നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ നാളെ ഇവന്മാർ ഇതേ കണക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെതിരെ ഇവന്മാർ തന്നെ സ്വന്തമായിട്ടൊരു വ്യാജ പീഡന കേസ് ചമച്ചുകൊണ്ട് വരും. അതിന് പുറകെ അന്ന് നിങ്ങൾ ഓടേണ്ടി വരും. ഈ കേസ് കള്ളമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇറക്കിയിട്ട് ഇവന്മാർ തന്നെ പറയും ഇവന്മാരെ പീഡിപ്പിച്ചു വന്നത് ആ പെണ്ണിനെ കൊണ്ട് വ്യാജ പരാതി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയവും കാര്യങ്ങളല്ലേ പോകുന്നത്. ഇപ്പം തന്നെ ഈ കേസിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്ന് ഇവന്മാർ വന്ന് തന്നെ പറഞ്ഞു ഈ സംഭവം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്ത എഫർട്ട്, അതായത് FIR ഇട്ടു, അതിനുശേഷം ഇവന്മാർ സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്തി. നിങ്ങളുടെ എത്ര സമയം പോയി? അതൊന്നും നിങ്ങൾ സാധാരണക്കാരൻ്റെ കാര്യങ്ങളിലായിരുന്നു നിങ്ങൾ ഇങ്ങനെ കാണിക്കത്തില്ലായിരുന്നല്ലോ. ഇത് സോഷ്യൽ മീഡിയയുടെ റീച്ചിന് വേണ്ടിയിട്ട്, സോഷ്യൽ മീഡിയയിൽ തനിക്ക് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട്, തൻ്റെ റീച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവൻ്റെ സ്റ്റാഫും കൂടി നടത്തിയ ഈ പൊറോട്ട നാടകത്തിൽ നിങ്ങളെപ്പോലെ ഒരു വിഡ്ഢിവേഷം കെട്ടിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇതിപ്പോൾ ഒരു സാധാരണക്കാരനാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ അവനെ തല അടിച്ച് വിളിക്കാണ്ട് സമയം കാണിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഒരെണ്ണം ഇവൻ്റെയൊക്കെ ചെവിക്കൽ തീർത്ത് കൊടുത്തിട്ടില്ല?
അതിനെ വന്ന് ന്യായീകരിക്കേണ്ട ഒരു വക്കീലും. എന്നാലും കൊള്ളാം. നാളെ ഒരു പക്ഷേ ഇവന്മാരൊക്കെ തുണി അഴിച്ച് നടുറോട്ടിൽ കൂടി ഓടും റീച്ച് കുറവാണെന്ന് കാണുമ്പോൾ. എന്നിട്ട് അതൊരു വാർത്തയാക്കും. അതിനുശേഷം കിട്ടുന്ന ആ റീച്ച് കൊണ്ട് ഇവന്മാരൊക്കെ ആ നാണക്കേടങ്ങ് മറയ്ക്കും. അന്നും ഈ മലയാളി സമൂഹം ഒരു ഉടുപ്പും ഇല്ലാതെ ഇവനൊക്കെ തലേ ചുവന്നു നടക്കും. അത് വരാൻ പോകുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. കണ്ടോ, അടുത്തതായിട്ട് ഇവൻ കൊണ്ടുവരാൻ പോകുന്നത് ഇവനെതിരെ ഒരു പെണ്ണ് കേസ്, വ്യാജ പെണ്ണ് കേസ് ഇവൻ തന്നെ കൊടുപ്പിച്ചിട്ട് അത് ഇവൻ തന്നെ പൊളിക്കും. അന്ന് ഇവൻ സ്റ്റാർ ആവും സോഷ്യൽ മീഡിയയിൽ. അന്ന് ഇവനെ കുറേ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഊളകൾ കാണും സോഷ്യൽ മീഡിയയിൽ, കുറേ മെയിൻ സ്ട്രീം മീഡിയാസും കുറേ ഓൺലൈൻ മീഡിയാസും. പറയാതിരിക്കാൻ പറ്റത്തില്ല. തോന്നിവാസം, ശുദ്ധ തോന്നിവാസം ഇതൊക്കെ. എന്തായാലും ഇമാതിരി കോമാളികളെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളോട് ഞാൻ ചോദിച്ചോട്ടെ, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇവനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, എന്തിൻ്റെ പേരിലാണല്ലോ ഇവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ? നിങ്ങൾ ഇവൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെയല്ലേ ഇവന് വ്യൂവർഷിപ്പ് കിട്ടുന്നത്. അതിന് പകരം ഏതെങ്കിലും എന്തുമാത്രം കഴിവുള്ള കലാകാരന്മാർ ഈ നാട്ടിലുള്ളൂ, ഒരു സപ്പോർട്ട് പോലും കിട്ടാതെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നിനക്കൊക്കെ ഈ നാടിന് വേണ്ടിയിട്ട് എന്തൊരു പ്രയോജനമുള്ള കാര്യം കിട്ടിയേനെ. അല്ലാതെ ഇമാതിരി റീച്ചിന് വേണ്ടിയിട്ട് എന്ത് ശുദ്ധ തന്തയിലായ്മ കാണിക്കാൻ മടിയാതെ. അത് കഴിഞ്ഞിടയ്ക്ക് ഇവനൊരു കല്യാണ നാടകം, ഇതൊക്കെയല്ലേ ഇവൻ്റെ കണ്ടന്റ്. അല്ലാതെ എന്തെങ്കിലും ജെനുവിനായിട്ടുള്ള ഒരു കണ്ടന്റ് ഇവനൊക്കെ ഈ സമൂഹത്തിന് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇപ്പം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ എടുക്കുന്ന ഈ വീഡിയോ, ഈ ഒരു ഫുട്ടേജ് കഴിഞ്ഞ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ്, എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ സമൂഹത്തിനോട് പറയുന്നത്. അല്ലാതെ ഞാൻ അതിൻ്റെ ചവിട്ടി വന്നിരുന്ന ഡ്രസ്സ് മാറുന്ന വീഡിയോ ഒന്നും അല്ല ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതെങ്കിലും വേറെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവനെപ്പോലുള്ളവനൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് തുണി അഴിച്ച് നടുറോട്ടിൽ കിടന്ന് തുള്ളിയാലും അതൊക്കെ എടുത്ത് വെച്ച് ആഘോഷിക്കും. ഇവനൊക്കെ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ തേങ്ങ കൂടുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മാറിപ്പോവും. അതുകൊണ്ടാണ്. എന്നാലും ഇങ്ങനെയുള്ള കോമാളികളെ ഇനിയും തല ചുമന്നുകൊണ്ട് നടക്കരുത്, ദയവ് ചെയ്ത്.